ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വചനഭാഗം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഈ ഭാഗം വായിക്കുമ്പോൾ അബ്രഹാമിനെ ദൈവം വിളിക്കുന്നു. തന്റെ ദേശത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും ഒക്കെ വിട്ട് ദൈവം കാണിക്കുന്ന വാഗ്ദത്ത ദേശത്തേക്ക്, കനാൻ ദേശത്തേക്ക് പുറപ്പെടുവാനായിട്ട് അബ്രഹാമിനോട് ആവശ്യപ്പെടുന്നു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ച് കനാൻ ദേശത്തേക്ക് പുറപ്പെടുന്നു. യഹോവയായ ദൈവം അബ്രഹാമിന് ഒത്തിരി വാഗ്ദത്തങ്ങൾ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അബ്രഹാം കനാൻ ദേശത്ത് എത്തുന്നു. യഹോവയായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനാകുന്നു. തനിക്ക് പ്രത്യക്ഷനായ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അബ്രഹാം യാഗപീഠം പണിത് യഹോവയ്ക്ക് ആരാധന കഴിക്കുന്നു. ഇങ്ങനെ കനാൻ ദേശത്ത് താമസിച്ചു വരുന്നതിനിടയിൽ അബ്രഹാമിന്റെ ജീവിതത്തില് ക്ഷാമം അനുഭവപ്പെടുന്നു. കനാൻ ദേശത്ത് ക്ഷാമം ഉണ്ടാകുന്നു. ഈ സമയത്ത് അബ്രഹാം ദൈവത്തിന്റെ ആലോചന ചോദിക്കാതെ ഈ ക്ഷാമത്തെ മറികടക്കുവാനായിട്ട് മിസ്രൈം ദേശത്തേക്ക് യാത്ര പുറപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവിക ആലോചനയില്ലാതെ മിസ്രൈം ദേശത്തേക്ക് പോകുന്ന അബ്രഹാമിന് പലവിധമായ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരുന്നു. മിസ്രൈം ദേശത്ത് ചെല്ലുമ്പോൾ തന്നെ അബ്രഹാമിന് ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ നഷ്ടപ്പെടുന്നു. അവിടെ എത്തിയ അബ്രഹാമിനെ ഭയം ബാധിക്കുന്നു. തന്റെ ഭാര്യയായ സാറായി നിമിത്തം താൻ കൊല്ലപ്പെടുമോ എന്ന് അബ്രഹാം ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഫറവോനോട് അബ്രഹാം തന്റെ ഭാര്യ സഹോദരിയാണെന്ന് കള്ളം പറയുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഭാര്യയെയും കള്ളം പറയുവാനായിട്ട് അബ്രഹാം പ്രേരിപ്പിക്കുന്നതായിട്ട് വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവിക ആലോചനയില്ലാതെ മിസ്രൈമിലേക്ക് അബ്രഹാം പുറപ്പെട്ടു പോയത് കാരണം തന്റെ ഭാര്യ ഫറവോന്റെ അരമനയിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. നിരവധി പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു, ഭയം നേരിടേണ്ടി വന്നു, താൻ മരണപ്പെടുമെന്ന ആശങ്കയുണ്ടാകുന്നു, ഭാര്യയെ നഷ്ടപ്പെടുന്ന അവസ്ഥ വരുന്നു. എങ്കിലും യഹോവയായ ദൈവം ഫറവോനെയും കുടുംബത്തെയും അബ്രഹാമിന്റെ ഭാര്യയായ സാറായി നിമിത്തം ദണ്ഡിപ്പിക്കുക നിമിത്തം അബ്രഹാമിന് ഭാര്യയെ തിരിച്ചു കിട്ടുന്നു. അബ്രഹാമിന് വാഗ്ദത്ത ദേശത്തേക്ക് മടങ്ങി വരുവാനായിട്ട് സാധിക്കുന്നു. ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ പല സ്ഥലങ്ങളിലാക്കി വെച്ചിരിക്കുന്നു. നമുക്ക് കുടുംബമുണ്ട്, നമ്മൾ സഭയിൽ ആരാധനയിൽ പങ്കെടുക്കുന്നവരാണ്, അതുപോലെ നമുക്ക് ജോലി സ്ഥലങ്ങളിൽ പോകേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നു. എന്നാൽ ദൈവിക ആലോചന പ്രകാരം ഇവിടെയെല്ലാം പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ദൈവികമായ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു. ഒരു സ്ഥലത്ത് നമ്മെ എത്തിച്ചത്, ഈ കുടുംബത്തിൽ നമ്മെ ആക്കി വെച്ചത് ദൈവമാണെങ്കിൽ ദൈവത്തിന് നമ്മളെ സംരക്ഷിക്കുവാനായിട്ട് തീർച്ചയായും കഴിയും. ഇത് നമ്മൾ ഉറച്ച് വിശ്വസിക്കുക തന്നെ വേണം. നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ കുടുംബത്തിൽ ചിലപ്പോൾ ക്ഷാമമുണ്ടാകാം, കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടാം, ഞെരുക്കമുണ്ടാകാം. നമ്മൾ പോകുന്ന സഭകളിൽ ചിലപ്പോൾ അഭിഷേകം കുറയുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. നമുക്ക് ആവശ്യമായ ആത്മീക ആഹാരം കിട്ടാതെ വരും, പരിശുദ്ധാത്മാവിന്റെ ഡ്രൈനസ് അനുഭവപ്പെടും. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ചിലപ്പോൾ നമ്മൾ നേരിടേണ്ടി വരും. നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നമുക്ക് ക്ഷാമം അനുഭവപ്പെടും, അവിടെ സ്വസ്ഥത നഷ്ടപ്പെടും, സ്ട്രഗിൾ ഉണ്ടാകും. ഇങ്ങനെ നമ്മൾ ആയിരിക്കുന്ന ഏത് സ്ഥലത്ത് വേണമെങ്കിലും നമുക്ക് ക്ഷാമം അനുഭവപ്പെടാം. എന്നാൽ ദൈവത്തിന്റെ നിർദ്ദേശമില്ലാതെ ഈ സ്ഥലം ഒന്നും വിട്ടോടുവാനായിട്ട് നമുക്ക് അനുവാദമില്ല. കുടുംബത്തിൽ ക്ഷാമം ഉണ്ടാകുമ്പോൾ കുടുംബത്തെ വിട്ട് ഓടിപ്പോകുവാനോ, സഭയിൽ ക്ഷാമം ഉണ്ടാകുമ്പോൾ സഭ വിട്ട് ഓടിപ്പോകുവാനോ ഒന്നും നമുക്ക് അനുവാദമില്ല. അവിടെ തന്നെ തുടർന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് ആ ഡ്രൈനസിനെ, ക്ഷാമത്തെ മറികടന്ന് സമൃദ്ധിയിലേക്ക് കടക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവത്തിന്റെ അനുവാദമില്ലാതെ ദൈവം ആക്കി വച്ചിരിക്കുന്ന ഒരു സ്ഥലത്തു നിന്നും പുറത്തു പോകുവാനോ, കൂടുതൽ സമൃദ്ധിയുള്ള ഒരു സ്ഥലം അന്വേഷിച്ചു പോകുവാനോ നമുക്ക് അനുവാദമില്ല. ദൈവം നമ്മെ ഒരു വാഗ്ദത്ത സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കുടുംബത്തിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സഭയിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ജോലി സ്ഥലത്താക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ സമൃദ്ധിയുടെ കാലമായാലും ക്ഷാമത്തിന്റെ കാലമായാലും ദൈവിക നിർദ്ദേശപ്രകാരം നമ്മൾ അവിടെ തന്നെ തുടരാം. ക്ഷാമകാലത്തും ക്ഷേമമായിട്ട് നമ്മളെ പോറ്റുവാൻ ദൈവത്തിന് സാധിക്കുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. ദൈവം അനുവദിക്കാത്ത പക്ഷം ഒരു സ്ഥലത്ത് നിന്ന് ഓടിപ്പോകുവാൻ നമുക്ക് അനുവാദമില്ല. ഇവിടെ അബ്രഹാം ദൈവത്തിന്റെ ആലോചനയില്ലാതെ മിസ്രൈമിലേക്ക്, ദൈവിക സാന്നിധ്യമില്ലാത്ത അന്യദേവന്മാരെ ആരാധിക്കുന്ന ഒരു ദേശത്തേക്ക് ഓടിപ്പോകുന്നു. അവിടെ അബ്രഹാമിന് പല നഷ്ടങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ നമ്മളും ദൈവത്തിന്റെ ആലോചനയില്ലാതെ ഒരു സ്ഥലത്തേക്ക് മാറിപ്പോയാല്, എവിടെ കുടുംബം വിട്ടോടിയാല്, സഭ വിട്ടോടിയാല് നമ്മൾ തീർച്ചയായിട്ടും അതിന്റെ വില കൊടുക്കേണ്ടതായിട്ട് വരും. നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാകും, നമുക്ക് ഭയം ബാധിക്കും, മരണഭീതി ഉണ്ടാകും. ഇതൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ ദൈവം ആക്കി വെക്കുന്ന സ്ഥലത്ത് ക്ഷാമകാലത്തും ദൈവം ക്ഷേമമായി പോറ്റും എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ദൈവത്തിൽ ഉറച്ചു നിൽക്കുകയും വിശ്വസിക്കുകയും വേണം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.